ഹലോ ഓൾ. അപ്പോൾ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസോളം മാത്സിൻ്റെ കാറ്റഗറി 1-ലുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന സെക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക മാത്സിലായിട്ട് വരുന്നത്. അതിൽ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പെൻഡിങ് നിന്നിരുന്ന ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, നമ്മുടെ 16th ക്വസ്റ്റ്യൻ ആണ്. സങ്കീർണമായതോ ദൈർഘ്യമേറിയതോ ആയ ഗണിതാശയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രശ്ന നിർദ്ധാരണം നടത്തുന്നതിനും അവലംബിക്കാവുന്ന രീതി ഏത്? ഇതും നമുക്കറിയാം, നമ്മുടെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഒരു സങ്കീർണമായ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കോംപ്ലക്സ് ആയ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ വേറെ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കും? അതിന് കുറേ രീതി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് രീതി. പ്രോജക്റ്റ് മെത്തേഡ്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, അനലിറ്റിക്, സിന്തറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ ആഗമന നിഗമന രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രീതികൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചും ടോപ്പിക്കുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ കുറച്ചും കൂടി നല്ല ആപ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കേസ് ക്വസ്റ്റ്യൻസ് വന്നാൽ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലത് ഏത് രീതിയാണെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ കാണാം, ആഗമന രീതിയുണ്ട്, നിഗമന രീതി, പ്രൊജക്റ്റ്, അതേപോലെ അസൈൻമെന്റ്. ഇതിൽ നമുക്ക് കണ്ണുപൂട്ടിയല്ല എന്ന് പറയാൻ പറ്റുന്ന 2 ആൾക്കാരുണ്ട് അല്ലേ. അസൈൻമെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞ കാര്യത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയ സാധനങ്ങൾ കുട്ടികൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അധികവും അസൈൻമെന്റുകളൊക്കെ ആയിട്ട് കൊടുക്കാറ്, ശരിയല്ലേ. പിന്നെ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുതിയ പുതിയ കാര്യങ്ങൾ, പ്രോജക്റ്റ് മൈൻഡ് കുട്ടികൾക്ക് വരിക അല്ലെ. കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരത് കണ്ടുപിടിച്ച് ഒന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തി വരുന്നതിനൊക്കെ ആയിരിക്കും നമ്മൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. പിന്നെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോജക്റ്റിന്റെ എന്താ പറയുക, കുട്ടികൾക്ക് കണ്ടെത്താൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ആഴ്ന്നിറങ്ങേണ്ട മേഖലകൾ ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പ്രോജക്റ്റ് മെത്തേഡ് അസൈൻമെന്റും ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 2 പേരുകൾ നമ്മൾ കോമൺ ആയിട്ടും കൂട്ടി പറയാറാണ് പതിവ് അല്ലെ. ആഗമന നിഗമന രീതി എങ്ങനെ പറയും നമ്മൾ? അനലിറ്റിക്, സിന്തറ്റിക്, അതല്ലെങ്കിൽ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടി പറയുന്ന മെത്തേഡാ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരവായിട്ട് ഈ 2 പേരെയും പറയാം. കാരണം എന്താണെന്നറിയോ, ആഗമന രീതി ആയാലും ശരി നിഗമന രീതി ആയാലും ശരി അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് വലിയ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സിന്റെ എന്തെങ്കിലും കൺസെപ്റ്റുകളോ അതിനെ നമ്മൾ ചെറുതാക്കി 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 കുട്ടിയിലേക്ക് എത്തിക്കുന്നതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏതാണ് അവിടെ? നിഗമന രീതിയാണ് കേട്ടോ. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ ചെറുതാക്കി 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 മെയിൻ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് എത്തിക്കുന്നതാണ്. അതിനുവേണ്ടി ആദ്യത്തേത് എങ്ങനെയായിരിക്കും? നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച് നോക്കിയിട്ട് വലിയൊരു കൺസെപ്റ്റ് കുട്ടിയിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ 2 ആളെയും ആഗമന നിഗമന രീതി, ഈ 2 രീതിയും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നതിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാറ്? നമ്മളൊരു ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്ത് ഐഡിയ കുട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിട്ട് പൊതുവെ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നമ്മുടെ 17ാമത്തെ ചോദ്യം. 2.5 കിലോ മാങ്ങയുടെ വില 105 രൂപയാണ്. അപ്പൊ തന്നിട്ടുണ്ട് 2.5 കിലോ മാങ്ങയുടെ രൂപയാണ്. ഓക്കെ, അതിന്റെ വിലയാണ് തന്നിരിക്കുന്നത് 105 രൂപ. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ 4 കിലോ മാങ്ങയുടെ വില എത്രയായിരിക്കും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആലോചിച്ച് നോക്കാം അല്ലെ. നമുക്ക് വിലകൾ തന്നിട്ടുണ്ട് 140, 160, 148, അതേപോലെ 168. ഇങ്ങനെ 4 ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഒരു 2.5 കിലോ എന്ന് പറയുമ്പോൾ 2 കിലോ എന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആളെ കണ്ടുപിടിക്കായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 2.5. ആ അര തന്നത് നമ്മുടെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെ. ആ അര എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തേനെ. പക്ഷെ അതേസമയം അര എന്ന് പറയുന്ന ഒരാൾ 2.5 കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി കുറച്ചും കൂടി ഒന്ന് ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യത്തിന് ആ ഒരു രീതിയിൽ മാറ്റിയത്. അപ്പൊ നമുക്ക് നോക്കാം. 2.5 കിലോ മാങ്ങ അല്ലെ. അപ്പം 2.5 കിലോ എന്ന് പറയുമ്പോൾ അതിന്റെ വിലയാണ് തന്നത് എത്ര? 105 രൂപ, ശരിയല്ലേ. അപ്പൊ 105 രൂപ എന്ന് പറയുന്നത് 2.5 കിലോ ആണെങ്കിൽ ഈ 2.5 കിലോ എന്ന് പറയുമ്പോൾ എത്ര അരകൾ കൂടിയതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം അല്ലെ, അരയെ എത്ര തവണ ഇൻറ്റു ചെയ്യേണ്ടി വരും? 2.5 ആവാൻ അല്ലെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കാണിച്ചു തരുവാണ്. അതായത് അര അര 1 1.5, 2, 2.5. അപ്പൊ നമുക്ക് എത്ര ആളെ കിട്ടി? ടോട്ടൽ 5 പേരെ കിട്ടി, ശരിയല്ലേ. അപ്പൊ 5 അര കൂടുമ്പോഴാണ് 2.5 ആവുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഓരോ അര കിലോയുടെയും പൈസ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2.5 കിലോന് മൊത്തമായിട്ട് 105 ആണെങ്കിൽ
ഈക്വൽ ആയിട്ട് വരുന്ന 5 അരകൾ കൂടുമ്പോഴാണല്ലോ 2.5 കിലോ ആയിട്ട് മാറുന്നത്. അപ്പൊ അതിൽ ഒരു അരയുടേത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/2 കിലോ മാങ്ങയുടെ വില കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ 105 എന്ന് പറയുന്ന സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ശരിയല്ലേ? കാരണം 105 2.5 കിലോയുടേതാണെങ്കിൽ 5 അരകൾ കൂടുമ്പോഴാണ് 2.5 ആവുന്നത്. 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 കിലോ മാങ്ങയുടെ വില നമുക്ക് അവിടെ കിട്ടി. ശരിയല്ലേ? അപ്പൊ 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും? 21 എന്ന് കിട്ടി അല്ലേ? അപ്പം 1/2 കിലോ മാങ്ങയുടെ വില എത്രയാണെന്ന് കിട്ടി? 21. നമുക്ക് 105 ഡിവൈഡഡ് ബൈ 5 സാധാ പോലെ ഹരിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 21 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ 21 എന്ന് പറയുന്നത് ആരുടേതാണ് ശരിക്കും? 1/2 കിലോ മാങ്ങയുടേതല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 4 കിലോ മാങ്ങയുടേതാ. അപ്പൊ 1/2 കിലോ മാങ്ങയ്ക്ക് 21 രൂപയാണെങ്കിൽ 1 കിലോ മാങ്ങയ്ക്ക് എത്രയായിരിക്കും? നമുക്ക് ആലോചിച്ചാൽ പറഞ്ഞൂടെ അല്ലെ? അരയും അരയും കൂടെ കൂട്ടുന്നതാണ് 1 കിലോ എന്ന് പറയുന്നത്. അപ്പൊ 1/2 കിലോ മാങ്ങയുടെ വില നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 കിലോ മാങ്ങയാക്കാൻ സുഖമാണ്. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 21നെ 2 തവണ ആഡ് ചെയ്യുക അല്ലെ? രണ്ടും സെയിം ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 42 രൂപ എന്നായിരിക്കും. ശരിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കിട്ടി 1 കിലോ മാങ്ങയുടെ വില 42. അപ്പൊ നമുക്ക് തന്നിരുന്നത് 2.5 കിലോ ആയിരുന്നു. 2.5 കിലോയിൽ നമ്മൾ മനസ്സിലാക്കി 5 അരകൾ കൂടുമ്പോഴാണ് 2.5 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു 1/2 കിലോയുടേത് കണ്ടുപിടിക്കാൻ നമ്മൾ തന്നിരിക്കുന്ന പൈസയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 1/2 കിലോ മാങ്ങയുടെ പൈസ കിട്ടി. ഈ 1/2 കിലോനെ നമ്മൾ 1 കിലോ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അരേനെ 2 ആക്കണം അല്ലെ? 2 into ½ ചെയ്യുമ്പോഴാണല്ലോ 1 കിലോ ആവുന്നത്. അപ്പൊ 1/2 കിലോയുടെ വില അറിയുമെങ്കിൽ 1 കിലോ ആക്കാൻ അതിന് ഇൻറ്റു 2 ചെയ്താൽ മതി. 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് 42 എന്ന് കിട്ടി. ഇനി എളുപ്പമാണ് അല്ലെ? 1 കിലോ മാങ്ങയ്ക്ക് വില നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 കിലോ കാണാൻ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ പോരെ? അപ്പൊ 4 കിലോ മാങ്ങ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 4 into 42 എന്ന് പറയാം അല്ലെ? 42 4 into 42 എന്ന് പറയാം. അപ്പൊ എത്ര വന്നു? ആലോചിച്ച് നോക്കിയേ. 4 into 42 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 168. ശരിയല്ലേ? ഈ 168 രൂപ എന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടോ എന്നുള്ളത്. നോക്കിക്കേ, ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട് 168 രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 4 കിലോ മാങ്ങയുടെ വില നമ്മൾ കണ്ടെത്തി. വളരെ എളുപ്പത്തിൽ കണ്ടെത്തി. ഈ 0.5 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കാം. 2.5 നമുക്ക് 2.5 എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പക്ഷെ അവിടെയും ദശാംശം വരുന്ന സമയത്ത് ചെയ്തു പോകുമ്പോൾ ഉത്തരത്തിലേക്ക് എത്തുമെങ്കിലും സ്റ്റെപ്പുകൾ കൂടുതലായിരിക്കും. നമ്മൾ ചെയ്യുന്ന വഴിയെ കൺഫ്യൂഷനും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും എളുപ്പ വഴി എന്താണ്? ആ 2.5നെ നമ്മൾ അരയുടെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ 1 കിലോയുടേത് കണ്ടു, 1 കിലോനെ പിന്നെ 4 കിലോ ആക്കി. അതായിരിക്കും നമുക്ക് ചെയ്തു പോകാൻ സമയം ലാഭിക്കാനും ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി. അപ്പൊ നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാമിതീയ നിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഏതാണ്? അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇപ്പൊ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു പേരാണ്. ഈ 4 എണ്ണത്തിൽ ഏതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നുണ്ടായിരിക്കുക? നമ്മുടെ കുട്ടികളായാലും ശരി, നമ്മൾ അറിയുന്ന പിള്ളേരായാലും ശരി, അവർ പറയുന്നുണ്ടായിരിക്കും അല്ലെ? ഇപ്പം റീസെന്റ് ആയിട്ട് ഇതിന്റെ പ്രാക്ടിക്കൽ വരെ മാത്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ജിയോജിബ്ര എന്ന് പറയുന്ന ഒരു പേരാണ്. ആ പേര് നമ്മളിൽ എല്ലാവരിലും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് നിശേഷം നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കാതെ തന്നെ ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റും. ആരായിരിക്കും? ജിയോജിബ്ര. കാരണം ജിയോജിബ്ര എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നിർമ്മിച്ചതാണ് സോഫ്റ്റ്വെയർ? നമുക്കറിയാം, ജാമിതീയ രൂപങ്ങൾ, സർക്കിളോ ട്രയാങ്കിളോ പോളിഗൺസോ ഇങ്ങനെ എന്ത് സാധനത്തിനെയും തന്ന അളവിൽ നമുക്ക് നിർമ്മിക്കുന്നതിനും അതിന്റെ ഏരിയ, അതുപോലെ പരപ്പളവ്, നമ്മുടെ ചുറ്റളവ്, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാനും നമ്മൾ വളരെ എളുപ്പത്തിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഒരാളാണ് ആര്? ജിയോജിബ്ര. അപ്പം നമ്മുടെ സ്കൂൾ കുട്ടികളിൽ കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? അതിൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് ആര്? ജിയോജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ആവർത്തിച്ച് വന്ന ഒരാളും കൂടിയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ജിയോജിബ്ര എന്നുള്ളതാണ് ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം ആരായിട്ട് വരും? ജിയോജിബ്ര എന്ന് പറഞ്ഞിട്ട് വരും. ഇനി നോക്കിക്കേ, രാവിലെ 4:40 കോഴിക്കോട് നിന്നും പുറപ്പെട്ട ഒരു KSRTC. അപ്പൊ ബസ് സ്റ്റാർട്ട് ചെയ്ത സമയം നോട്ട് ചെയ്യണം. 4:40 കോഴിക്കോട് നിന്നും ആ ബസ് സ്റ്റാർട്ട് ചെയ്തത്, പോവാൻ തുടങ്ങിയത്. അങ്ങനെ പുറപ്പെട്ട KSRTC അന്നേ ദിവസം തന്നെ കേട്ടോ. അപ്പൊ 4:40 ഒരു ദിവസം രാവിലെ തുടങ്ങിയെങ്കിൽ ആ ദിവസം തന്നെ വൈകിട്ട് 4:20 എവിടെ എത്തി? തിരുവനന്തപുരത്ത് എത്തി. അപ്പൊ രാവിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. 4:40 തുടങ്ങിയത് ഒരു ദിവസം, ആ ദിവസം തന്നെ വൈകിട്ടാണ് ഇവിടെ എത്തിയത്? തിരുവനന്തപുരത്ത് എത്തിയത്. പക്ഷെ സമയം 4:20 അങ്ങനെയാണെങ്കിൽ
യാത്രക്കെടുത്ത സമയം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 10 മണിക്കൂറും 40 മിനിറ്റും, 10 മണിക്കൂറും 20 മിനിറ്റും, 11 മണിക്കൂറും 40 മിനിറ്റും, 11 മണിക്കൂറും 20 മിനിറ്റും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ സമയം എപ്പോഴായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സമയം 4:40 തുടങ്ങിയത്. ശരിയല്ലേ? നമുക്ക് തന്നിരുന്ന സമയം, സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് 4:40 ആണ്. അപ്പൊ 4:40 തുടങ്ങിയിരിക്കുന്നു. അത് എത്തിയിരിക്കുന്നത് 4:20 ശരിയല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 4:40 തുടങ്ങി എന്നാണ്. എത്തിയിരിക്കുന്ന സമയം 4:20. ഓക്കെ, അപ്പൊ 4:40 സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. തുടങ്ങിയ സമയം 4:40, എൻഡ് ചെയ്ത സമയം 4:20. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 4:40 വൈകുന്നേരം രാവിലെ തുടങ്ങിയിട്ട് തിരിച്ച് 4:40 വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു കാര്യം തുടങ്ങി പുലർച്ചെ 1 മണി വരെ എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് നിശേഷം പറയാം അല്ലെ? സുഖമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് 12 മണിക്കൂർ. ശരിയല്ലേ? മൊത്തം 12 മണിക്കൂറാണ് എന്ന് നമുക്ക് പറയാം. ശരിയാണല്ലോ? കാരണം 24 മണിക്കൂറാണ് മൊത്തം. അപ്പൊ 12 മണി തുടങ്ങി പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് രാത്രി 12 മണി വരെയാണ് 24 മണിക്കൂറെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി എന്ന് പറയുമ്പോൾ 12 മണിക്കൂറാണ് നമുക്ക് അറിയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ തുടങ്ങിയ സമയത്ത് രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോഴേക്കുള്ള ആ സമയം എത്തുമ്പോഴേക്ക് എത്ര സമയമായിട്ടുണ്ടായിരിക്കും? 12 മണിക്കൂർ ആയിട്ടുണ്ടാവും. ശരിയാണോ? അപ്പൊ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ആ കൺസെപ്റ്റാ. 4 മണി രാവിലെ തുടങ്ങി വൈകുന്നേരം 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുത്ത സമയം നമുക്ക് പറയാം 12 മണിക്കൂറാണ് എന്ന് പറഞ്ഞൂടെ? ഇത് 4 മണിക്ക് തുടങ്ങി 4 മണിക്ക് തന്നെ തീർക്കുമ്പോൾ അല്ലെ? അതേപോലെ 3 മണിക്ക് തുടങ്ങി വൈകുന്നേരം 3 മണി വരെ ആണെങ്കിലോ അപ്പോഴും 12 മണിക്കൂറാണ്. അതേപോലെ 4:15 തുടങ്ങി വൈകുന്നേരം 4:15 നിർത്തിയാലോ എഗെയിൻ 12 മണിക്കൂർ. അപ്പൊ തുടങ്ങിയ സമയം AM PM അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള AM PM അതേ ടൈമിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ എടുത്ത സമയം എന്ന് പറയുന്നത് 12 മണിക്കൂറാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഉള്ളത്, ശരിക്കും 4:40 തുടങ്ങിയ ആള് വൈകുന്നേരം 4:40 തന്നെയാണ് തിരിച്ചെത്തിയിരുന്നത് എങ്കിൽ അവിടെ 12 മണിക്കൂർ ആയേനെ. ശരിയല്ലേ? നമ്മൾ രാവിലെ 4:40 തുടങ്ങിയിട്ട് വൈകുന്നേരം 4:40 തിരിച്ചെത്തിയിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്? തുടങ്ങിയ സമയവും അവസാനിച്ച സമയവും സെയിം ആണ് അല്ലെ? അപ്പൊ രാവിലെ വൈകുന്നേരം ആ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറയാം, പെട്ടെന്ന് ഉത്തരം പറയായിരുന്നു അത് 12 മണിക്കൂറാണെന്ന്. പക്ഷേ ഇവിടെ 4:40 ആയിട്ടില്ല. 4:40 ആയെങ്കിലേ ഉള്ളൂ 12 മണിക്കൂർ ആവുന്നുള്ളൂ. പക്ഷെ 4:40 മുൻപേ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? 4:20 എത്തി. 4:20 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 20 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം 20 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂറിൽ നിന്നും എന്ത് കുറയ്ക്കുക? ഒരു 20 മിനിറ്റിനെ മൈനസ് ചെയ്ത് കളയുക. ശരിയല്ലേ? 4:40 AM തുടങ്ങി 4:40 PM എത്തുമ്പോഴായിരുന്നു 12 മണിക്കൂർ പൂർത്തിയാകുന്നത്. പക്ഷേ 4:40 എത്തുന്നതിന് പകരം 4:20 എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? 12 മണിക്കൂറിനേക്കാളും 20 മിനിറ്റ് നേരത്തെ. അപ്പൊ ആ 12 മണിക്കൂറിനേക്കാളും 20 മിനിറ്റ് നേരത്തെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 12 മണിക്കൂറിൽ നിന്നും ഒരു 20 മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലെ? എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആരെയായിരിക്കും കിട്ടുക? 11 മണിക്കൂറും 40 മിനിറ്റും. ശരിയല്ലേ? 11 മണിക്കൂറും 40 മിനിറ്റുമാണ് 12 മണിയിലേക്ക് 20 മിനിറ്റ് ഉള്ള സമയം എന്ന് പറയുന്നത്. അപ്പം 11 മണിക്കൂറും 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരിക്കും 4:20 ആയിട്ടുണ്ടാവുക. പിന്നെ ഒരു 20 മിനിറ്റും കൂടെ കഴിയുമ്പോഴായിരിക്കും 12 മണിക്കൂർ തികയുന്നത്. ശരിയാണല്ലോ? അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 11 hours and 40 minutes. അപ്പൊ 11 മണിക്കൂറും 40 മിനിറ്റുകളും എടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇത് ക്ലോക്ക് വരച്ച് നോക്കുക, സമയം അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി പിന്നാലെ പോയി കഴിയുമ്പോൾ സമയം എടുക്കുന്നത് ഒരുപാടാവും അല്ലെ? അപ്പൊ നമ്മൾ വെറുതെ എന്ത് ചെയ്യാം? സാധാരണ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് സമയത്തിന്റെ കാര്യങ്ങളിൽ അറിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സമയം തുടങ്ങി അതേ സമയം തന്നെ എത്തുമ്പോഴേക്കും 12 മണിക്കൂറാണെന്ന് ഉറപ്പാണ്. അതേ സമയമെന്ന് ഞാൻ പറഞ്ഞത് തിരിച്ച് അതേ രാത്രി തുടങ്ങി രാത്രി തന്നെ എത്തുന്നു എന്നല്ല. അപ്പൊ 24 മണിക്കൂറായിരിക്കും. കാരണം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 24 hours ആണെന്ന് നമുക്കറിയാം. പകരം ഒരു രാവിലെ തുടങ്ങി അതേ സമയം തന്നെ ഉച്ചയ്ക്ക് കഴിയുവാണെങ്കിൽ അവിടെ 12 മണിക്കൂറേ ആവുന്നുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പൊ 4:40 തുടങ്ങി തിരിച്ച് 4:40 വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് പറയാം? അവിടെ 12 മണിക്കൂറാണെന്ന് പറയാം. പക്ഷെ അതിൽ നിന്ന് എത്ര കുറവ് വന്നോ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറിലോട്ടും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര വന്നു? 11 മണിക്കൂറും 40 മിനിറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുത്തനെയും വിലങ്ങനെയുമുള്ള സംഖ്യകളുടെ തുക തുല്യമാണെങ്കിൽ
എ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, ഒരു ബോക്സിന്റെ അകത്ത്. ഈ ബോക്സിൽ തന്നിരിക്കുന്നത് എന്താ? 6B A തന്നിട്ടുണ്ട്. ഈ രണ്ട് പേരെ നമുക്കറിയില്ല, ബിയും നമുക്കറിയില്ല, എയും നമുക്കറിയില്ല. 8B7 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഇതേപോലെ കൂട്ടിയാലും കിട്ടുന്ന ഉത്തരം തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലെ. എങ്ങനെയാ നമ്മൾ കൂട്ടി നോക്കുക? 6 + B + A. ഇത് ഞാൻ എങ്ങനെ കൂട്ടിയതാണ്? കുത്തനെയുള്ള ആൾക്കാരെ കുത്തനെ കൂട്ടിയപ്പം 6BA 3 പേരാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ 6 + B + A കുത്തനെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ആർക്ക് തുല്യമാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വിലങ്ങനെ കൂട്ടിയാലും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിലങ്ങനെ കൂട്ടുക എന്ന് പറയുമ്പോൾ ആരായിരിക്കും? 8B7 ശരിയല്ലേ? അപ്പൊ കുത്തനെ നമ്മൾ കൂട്ടി ഇതിന്റെ ഉത്തരം തുല്യമാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞത് കൊണ്ടാണ് തുക തുല്യമാണെന്ന് കേട്ടോ. അതുകൊണ്ടാണ് അവരുടെ തുക, ആദ്യത്തെ ആളുടെ തുക കണ്ടു, ഇനി ഇങ്ങനെ വിലങ്ങനെ കിടക്കുന്നവരുടെയും കൂടെ തുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തുല്യമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ നേരെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ ആരെ എഴുതാൻ പോവാണ്? 8A + B + 7 എന്ന് കൊടുത്തു. ശരിയല്ലേ? ഇനി നോക്കിക്കേ, രണ്ട് വശങ്ങളിലും ഒരുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കളയാം? വെട്ടിക്കളയാം അല്ലെ. അപ്പൊ ഇവിടെയും +B ആണ്, ഇവിടെയും +B ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു +Bയെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കും, അത് -B ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ B - B ആണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് അവിടെ വെച്ച് തന്നെ അതിനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. കാരണം നമുക്ക് ആവശ്യമുള്ളത് ആരെയായിരുന്നു? A എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ? അപ്പൊ നമ്മൾ അവിടെ തന്നെ വെച്ച് B അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എന്തുകൊണ്ടായിരുന്നു? B എന്ന് പറയുന്നത് അവിടെയും പ്ലസ് ആണ്, +B ഇങ്ങോട്ട് വരുമ്പോൾ -B ആവും. അപ്പൊ ഇവിടുത്തെ B -B എന്ന് വരും. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ 0 ആയിട്ട് പോകും. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇവിടെ 6A + A ഉണ്ട്, ഇവിടെ 8A + 7 ഞാൻ 15 എന്ന് കൂട്ടി അതിന്റെ ഉത്തരവും എഴുതി. ഇനി നിങ്ങൾക്ക് A കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. Aനെ മാത്രം, ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ മാത്രം ഒരു വശത്ത് വെക്കുക, ബാക്കി എല്ലാ ആൾക്കാരും മറുവശത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ A മാത്രം ഞാൻ ഇവിടെ നിലനിർത്തി. ഇവിടെ ഉണ്ടായിരുന്ന +6നെ അപ്പുറത്തെ വശത്തേക്ക് ഞാൻ കൊണ്ടുപോയി. ആ +6 അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ആദ്യമേ ഉള്ള 15 അങ്ങനെ തന്നെ എഴുതിയതിന് ശേഷം അവിടെ നിന്നും വന്ന +6 -6 ആക്കി എഴുതുന്നു. ഇനി 15 - 6 നമുക്കറിയാം അല്ലെ, എത്ര വരും? A = 9 എന്ന് വരും. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? A = 9. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഈ തന്നിരിക്കുന്ന ആളുണ്ടോ എന്ന് നോക്കാം. 10, 8, 11, 9 അല്ലെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ D അവിടെ കിട്ടിയിരിക്കുന്നതാണ് 9 എന്നാണ് അതിന്റെ ഉത്തരവായിട്ട് വന്നിരിക്കുന്നത്. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? 9. ഇനി നോക്കിക്കേ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പൂർണ്ണവർഗം അല്ലാത്തത് ആര്? അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ചാടി കയറി ഇതിലേത് ആണോ അല്ലയോ എന്താണോ കൃത്യമായിട്ട് തന്നെന്നുള്ളത് ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം തുടങ്ങുക. അല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാവരുത് അല്ലെ, ഇതിലുള്ളതിൽ എന്തായിരിക്കരുത്? ഒരു പൂർണ്ണവർഗം ആവാൻ പാടില്ല. അങ്ങനെയുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയണം. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 36 ഇതൊരു പൂർണ്ണവർഗമാണ്. കാരണം എന്താ? നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6 × 6 എന്ന് എഴുതാം അല്ലെ. ഇനി ഈ 6ന് എനിക്ക് 2 × 3 എന്ന് എഴുതിക്കൂടെ? അതേപോലെ ഈ 6നെയും എനിക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. ഇതിലിപ്പോ മൊത്തം എത്ര 2 വന്നു? 2 2ഉം 2 3ഉം ഞാൻ എഴുതി. ഇതൊന്നുമില്ല, 6 × 6 ആണ് 36. ഈ 6നെ ഞാൻ 2 × 3 എന്ന് എഴുതി, അപ്പുറത്തെ 6നെയും 2 × 3 എന്ന് എഴുതി. അതൊന്ന് ഓർഡർ മാറ്റി 2 2നെയും അടുപ്പിച്ചെഴുതി, 3കളെയും ഒരുമിച്ച് എഴുതി. ഇനി നോക്കിക്കേ, 2 തവണ ഇവര് രണ്ടുപേരും ആവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ക്ലൂ ഇത് തന്നെയാണ്. നമ്മുടെ പൂർണ്ണവർഗത്തിന് ഘടകങ്ങളാക്കി എഴുതി കഴിഞ്ഞാൽ, പൂർണ്ണവർഗം എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? 36 അല്ലെ. അപ്പൊ ആ 36നെ അതിന്റെ അഭാജ്യ ഘടകങ്ങളാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ 2 തവണയെങ്കിലും എല്ലാവരും റിപ്പീറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? അപ്പൊ 2ഓ 4ഓ അങ്ങനെ ഈവൺ നമ്പർ, ഇരട്ട സംഖ്യകളുടെ എണ്ണം വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? ഒരു പൂർണ്ണ സംഖ്യ എന്ന്, അല്ലെങ്കിൽ ഒരു പൂർണ്ണ വർഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ 2ഉം 2 തവണ വന്നു, 3ഉം 2 തവണ വന്നു. അതായത് ഘടകങ്ങളായിട്ടുള്ള 2ഉം 3ഉം 2 തവണ ആവർത്തിച്ചു. അങ്ങനെ 2ഓ 4ഓ 6ഓ തവണ ആൾക്കാർ ആവർത്തിച്ചാൽ മാത്രമേ അയാൾ ഒരു പൂർണ്ണ വർഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കാം അല്ലെ, ഇവിടെ 2 നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് 2 × 6നെ എനിക്ക് എങ്ങനെ എഴുതാം? 3 × 2 എന്ന് എഴുതാം. പിന്നെ ഈ 15നെ എനിക്ക് എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു 5 എന്ന് ബാക്കി വന്നു. നോക്കിക്കേ, 2 2 തവണ വന്നിട്ടുണ്ട്, 3ഉം എന്ത് തവണ വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ
5ഉം 2 തവണ വന്നിട്ടുണ്ട്. അപ്പം ഘടകങ്ങളായിട്ടുള്ള 2ഉം 3ഉം 5ഉം 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെന്തായിരിക്കും? പൂർണ്ണവർഗം ആയിരിക്കും. അടുത്ത ആളെ നോക്കിക്കേ, 4. 4നെ എനിക്ക് 2 × 2 എന്ന് എഴുതാലോ. പിന്നെയും 15 വന്നിട്ടുണ്ട്. 15ന് എനിക്ക് 3 × 5 എന്ന് എഴുതാം. പിന്നെ ബാക്കിയുള്ളതും ഒരു 3 × 5 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്തായി? 2ഉം 2 തവണ വന്നു, 3ഉം 2 തവണ വന്നു, 5ഉം 2 തവണ. അപ്പൊ എല്ലാവരും ഉള്ള ആൾക്കാർ മുഴുവൻ 2 തവണ ആവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ അവരാരായിരിക്കും? പൂർണ്ണവർഗമായിരിക്കും. ഇനി ഇവിടെ നോക്കാം അല്ലെ. 4ഉം 9ഉം. 2ന് എനിക്ക് 2 × 2 എന്ന് എഴുതാം. 9ന് എനിക്ക് 3 × 3 എന്ന് എഴുതാം. 25ന് എനിക്ക് 5 × 5 എന്ന് എഴുതാം. അപ്പൊ അവിടെയുമുള്ള ഘടകങ്ങൾ ആരാണ്? 2ഉം 3ഉം 5ഉം ആണ്. എല്ലാം ഇരട്ട സംഖ്യകളുടെ എണ്ണം വെച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആരെ കാണുന്നുണ്ട്? 2 എന്ന് പറയുന്ന ആളെ കാണുന്നുണ്ട് അല്ലെ. 2 × 2. 15 എന്ന് പറയുന്ന ആളെ എനിക്ക് 3 × 5 എന്ന് എഴുതാം. പിന്നെ ബാക്കി അവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു 5 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തായി? ഇയാളും 2 തവണ, ഇയാളും 2 തവണ. പക്ഷേ 3ന് മാത്രം 2 തവണ ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല. 3ന്റെ എണ്ണം ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ ആരായിരിക്കില്ല? പൂർണ്ണവർഗം ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഉത്തരം ആരാണ്? ഓപ്ഷൻ ഡി. ഇതിൽ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം അല്ലാത്തത് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്? അവിടെ ഘടകങ്ങൾ എഴുതുമ്പോൾ ഘടകങ്ങൾ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചെയ്യാത്ത ഒരാളെ നമ്മൾ കണ്ടു അല്ലെ, 3 എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളുണ്ടായാൽ മതി 2 തവണ ആവർത്തിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അയാള് ഘടകങ്ങളെ ആക്കി എഴുതിയപ്പോൾ 2 തവണ എന്ന് ഞാൻ മിനിമം പറയാണ്. 2ഓ 4ഓ 6ഓ വരാം. അപ്പൊ അങ്ങനെ ആവർത്തിക്കാത്തത് കൊണ്ട് അയാൾ എന്തായിരിക്കില്ല? ഒരു പൂർണ്ണവർഗം ആയിരിക്കില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, 1 + 1/2 + 1/3 + 1/6. ഇത് നമ്മുടെ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനറിയാം, അടിയിലുള്ള ആൾക്കാരൊക്കെ ഡിഫറെന്റ് അല്ലേ. അപ്പൊ താഴെ വരുന്ന, അതായത് നമ്മുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയുന്ന ഭാഗത്ത് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കണം? ഒരേ ആൾക്കാരായിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിലാണല്ലോ നമുക്ക് സുഖമായിട്ട് ഇങ്ങനത്തെ ഭിന്നസംഖ്യകളെ കൂട്ടിപ്പോവാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ കാര്യം, 1നെ 1/1 എന്ന് എഴുതി, അടുത്തയാളെ 1/2, പിന്നെ ചോദ്യം അതേപോലെ ആവർത്തിച്ചു, 1/3 + 1/6. ഇതിൽ നമ്മൾ LCM അഥവാ ലസാഗു കാണാനൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ലസാഗു കണ്ടുപിടിച്ചാൽ നമുക്കറിയാം 6 ആയിരിക്കും ലസാഗു. പിന്നെ വേറൊരു എളുപ്പവഴിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. ഇതിൽ താഴെ കാണുന്നതിൽ ഏറ്റവും വലിയ നമ്പർ 6 ആണ് അല്ലെ. 1നെയും നിങ്ങൾക്ക് 6 ആക്കാം. ഗുണനം മാത്രമേ പറ്റുള്ളൂ, ആഡിങ് പറ്റില്ല. ഇൻറ്റു ചെയ്തിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ മാറ്റിയെടുക്കേണ്ടതെന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. 2 എന്ന് പറയുന്ന അക്കത്തിനെയും നിങ്ങൾക്ക് 6 ആക്കി മാറ്റാം. 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3നെയും നിങ്ങൾക്ക് 6 ആക്കി മാറ്റാമല്ലോ. പിന്നെ 6 ഓൾറെഡി അവിടെ 6 തന്നെയാണ്. അപ്പം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നിൽക്കുന്ന എല്ലാവരെയും 6 എന്ന് പറയുന്ന സംഖ്യ ആക്കി മാറ്റാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരിക്കലും ഛേദത്തിൽ മാത്രം ചെയ്യില്ല, ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്യോ? ഒരിക്കലും ഇല്ല. എന്ത് ചെയ്താലും അത് ഒരേപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ചെയ്യണം. അപ്പം താഴെയും മുകളിലും നമ്മൾ എന്ത് ചെയ്യുക? വേണ്ട ആൾക്കാരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ മുകളിലും താഴെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എന്താ? എനിക്ക് ഇതിന്റെ ഛേദം ഡിനോമിനേറ്റർ 6 ആക്കണമായിരുന്നു. അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 1നോട് 6 ഗുണിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ ആ ചെയ്യുന്ന ഗുണനം മുകളിലും കൂടി ചെയ്തു. ഇനി അടുത്തതിന്റെ എന്റെ താഴെ ഭാഗത്ത് ഛേദത്തിൽ നിൽക്കുന്നത് 2 ആണ്. 2നെ 6 ആക്കാൻ ഞാൻ ഗുണിക്കേണ്ടത് ആരെ കൊണ്ട്? 6നെ കൊണ്ട് തന്നെയായിരിക്കുമോ? അല്ല, 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 6 ആവുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ മുകളിലും താഴെയും 3 കൊണ്ട് ഞാൻ ഗുണിച്ചു. അതേപോലെ നോക്കുക, താഴെ 3 ആണ് നമ്മുടെ മൂന്നാമത്തെ ഭിന്നസംഖ്യയിൽ വരുന്നത് അല്ലെ. അപ്പൊ ആ താഴെ കിടക്കുന്ന 3നെ 6 ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ടായിരിക്കും ഗുണിക്കേണ്ടത്. അപ്പൊ താഴെ 2 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പുറത്ത് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താനില്ല, കാരണം ഓൾറെഡി അതിന്റെ ഡിനോമിനേറ്റർ താഴെ ഛേദഭാഗം 6 ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിനൊന്ന് മാറ്റി എഴുതി നോക്കാം അല്ലെ. 6/6 + 3/6 പ്ലസ് എന്ത് വരും? 2/6 + 1/6. എല്ലാത്തിന്റെയും താഴെ എന്തായിട്ട് വന്നു? സെയിം ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി 6 + 3 + 2 + 1/6 ഒറ്റ തവണ എഴുതിയാൽ മതിയല്ലോ. ഇനി നോക്കുക എന്തൊക്കെയായിരിക്കും ഇത് ആഡ് ചെയ്താ വരുന്നത്? 6ഉം 4ഉം 10ഉം 2ഉം 12 എന്ന് വന്നു അല്ലെ. അപ്പൊ മുകൾ ഭാഗം എല്ലാം കൂടി കൂട്ടിയപ്പോ 12/6 എന്ന് വന്നിരിക്കുകയാണ്. 12/6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 2 അല്ലേ. നിങ്ങൾക്ക് വെട്ടി നേരെ ഉത്തരം 2 എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ചോദ്യത്തിൽ എവിടെയാ ഉള്ളത്? അതെ, ബി എന്ന് പറയുന്ന ആള് കേട്ടോ. 2 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ഛേദം ഒരേപോലെ ആക്കിയിട്ട് മുകളിൽ വരുന്ന ന്യൂമറേറ്റേഴ്സ് അംശഭാഗത്തിനെ മൊത്തമായിട്ട് കൂട്ടുക, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആൻസറിലോട്ട് എത്തും. അപ്പൊ ചെയ്യുമ്പോൾ വേണ്ട ആൾക്കാരെ മാത്രം ഇൻറ്റു ചെയ്യുക, എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും.
ഇനി നോക്കിക്കേ, ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പൊ ത്രികോണങ്ങൾ എണ്ണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ തന്നെ വലിയൊരു ത്രികോണം ഉണ്ടായിരിക്കില്ലേ, ഇതിനെ തന്നെ ത്രികോണം ഒന്നാക്കിയിട്ട് എനിക്ക് എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ആദ്യത്തെ ത്രികോണത്തിനെ കൗണ്ട് ചെയ്തു, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള മൊത്തം ത്രികോണം ആദ്യത്തെ ത്രികോണം. രണ്ടാമത്തതോ, ഇതാ ഇത് നോക്കിക്കേ, ഇങ്ങനെ ഒരു ത്രികോണം നിങ്ങൾ കാണുന്നില്ലേ, അത് നമ്മുടെ ത്രികോണ നമ്പർ 2. ഓക്കെ, അപ്പൊ 2 ത്രികോണങ്ങൾ നമ്മൾ എണ്ണി. ഇനി മൂന്നാമത്തത് ഇതാ ഇങ്ങനെ നിൽക്കുന്ന ഒരു ത്രികോണമുണ്ട്, ഈ ഒരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ഈ ഒരു ത്രികോണം, ഇതിനെ ത്രികോണ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ത്രികോണത്തിനാക്കാൻ പറ്റുമോ? ഇല്ല, പുറമേ ഉള്ളത് എണ്ണുന്നത് 3 എണ്ണാണ് അല്ലെ. ഇനി ഉള്ളിൽ നിങ്ങൾക്ക് കുറെ ത്രികോണങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാം. ഇത് നമ്മുടെ 4, 5, 6, 7, പിന്നെ 8 ഉണ്ട്, 9, 10, 11, 12. എത്ര എണ്ണം വന്നു അപ്പം നോക്കാം അല്ലെ. മൊത്തത്തിൽ ഒരു ത്രികോണം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ആരെയാ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമതൊരു വശത്തേക്ക് വരുന്ന ത്രികോണം, പിന്നെ ഇങ്ങനെ വരുന്ന ഒരു ത്രികോണം. ഇപ്പൊ 12 എണ്ണം നമുക്ക് കിട്ടി. ഇനി ഒരാളും കൂടി ഇല്ലേ, ഇത് നോക്കിക്കേ, ഇങ്ങനൊരു ത്രികോണത്തിനെ ഞാൻ എടുത്താലോ, ഈ മുകളിൽ മാത്രം വരുന്ന ഇങ്ങനത്തെ ഒരു ത്രികോണം ഉണ്ടാവില്ലേ, ആ ഒരു ത്രികോണത്തിനും കൂടെ കൗണ്ട് ചെയ്താൽ മൊത്തം 13 ത്രികോണങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിൽ 13 ആണ് ഏറ്റവും മാക്സിമം. പിന്നെ അങ്ങോട്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കിട്ടാനുമില്ല. പക്ഷേ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 13 എണ്ണം നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം ഉള്ളിലുള്ള ആൾക്കാരെ മുഴുവൻ എണ്ണി, ആ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം കൂടി എണ്ണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് എണ്ണത്തിന് കിട്ടും. പിന്നെ മൊത്തമായിട്ട് വരുന്ന ഒരു ത്രികോണം, പിന്നെ ഈ വരുന്ന ചെറിയൊരു ത്രികോണം, പിന്നെ ഈ 2 വശങ്ങളിലായിട്ട് വരുന്ന 2 എണ്ണം, അങ്ങനെ മൊത്തം കൂട്ടുമ്പോൾ 13 ത്രികോണങ്ങളെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും എടുക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം 13 എന്ന് വരും. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗണിതശാസ്ത്രജ്ഞൻ അല്ലാത്തത് ആര്? അപ്പൊ നമുക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരും അല്ലാത്തൊരാളെയും ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ശ്രീനിവാസ രാമാനുജൻ. രാമാനുജൻ എന്ന് പറയുന്നത് കണക്കിനോട് വളരെ ബന്ധപ്പെട്ട ആളാണ്, നമുക്കറിയാം. പിന്നെ ഡോക്ടർ വർഗീസ് കുര്യൻ ഉണ്ട്, റെനെ ദെക്കാർത്തെ, അതുപോലെ DH കപ്രിക്കർ. ഇങ്ങനെ 4 പേര് തന്നതിൽ നിങ്ങൾക്കറിയാം ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ആൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളല്ല, മാത്സ് എന്ന് പറയുന്ന ഫീൽഡുമായിട്ട് ബന്ധമുള്ള ശാസ്ത്രജ്ഞൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നേരെ സയന്റിസ്റ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക് നിന്ന് എടുത്തിരിക്കാനാണ്. അപ്പൊ അതിൽ നിന്നും വരുന്നതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ബാക്കി 3 പേരും മാത്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഡോക്ടർ വർഗീസ് കുര്യൻ മാത്രമാണ് ആര്, മാത്തമാറ്റിക്സുമായിട്ട് കണക്ട് ചെയ്ത് വരാത്ത ആള്. സോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഡയറക്റ്റ് ആണ്. ആരായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇനി 25th ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിത തലത്തിലെ ഒരു പാഠഭാഗം ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോൾ എടുക്കുന്ന കാര്യങ്ങളിൽ കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റിയാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈമറി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളുള്ള ക്ലാസ് അല്ലെ, പ്രൈമറി ക്ലാസ്സസ് നമുക്കറിയാം. അപ്പൊ പ്രൈമറി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാത്സിന്റെ ടോപ്പിക് കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് തുടങ്ങാൻ ഏറ്റവും നല്ല രീതി ഏതാണെന്നാണ്. അപ്പൊ നോക്കിക്കേ, പഠന ലക്ഷ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രൈമറി ക്ലാസ് പോയിരുന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ ലക്ഷ്യങ്ങൾ, ആ പഠന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ച ഇന്ന കാര്യങ്ങൾ നേടാം, ഇങ്ങനെ പറഞ്ഞ് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? ഇനി രണ്ടാമത്തെ നോക്കാം. മുന്നറിവുകളെ കുറിച്ച് ചർച്ച ചെയ്ത്, നമുക്ക് കുട്ടികൾക്ക് പണ്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രീവിയസ് ആയിട്ട് എന്തൊക്കെ അറിയാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുട്ടിയിൽ താല്പര്യം ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് കുട്ടിക്ക് ആ കാര്യം പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് പല ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് കയറുന്നതാണോ? പിന്നെ മൂന്നാമത്തത് ചിട്ടയായ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഭയങ്കര നീറ്റായിട്ടും പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ചു കൊടുക്കുന്നതാണോ? അതോ അവസാനം പഠന ഭാഗങ്ങളെ കുറിച്ച് പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും നിരത്തി ബ്ലാക്ക് ബോർഡിന് മുകളിൽ എഴുതി വെക്കുക. നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ ബോർഡിൽ എഴുതി വെക്കുക. ഈ 4 രീതികളിൽ ഒരു പ്രൈമറി ക്ലാസ് റൂമിലെ കുട്ടികളിലേക്ക് മാത്സ് തുടങ്ങുമ്പോൾ ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു സംശയം കൂടാതെ പറയാൻ പറ്റുന്നതാണ് ഓപ്ഷൻ ബി. കാരണം എന്താ, കുട്ടിക്ക് മുൻകാലത്ത് എന്തൊക്കെ അറിയാം അത് അവരോട് ചോദിച്ച് അവർക്ക് താല്പര്യം വരുന്ന രീതിയിൽ കുറെ പ്രവർത്തനങ്ങളൊക്കെ കൊടുത്ത് അവരെ വളരെ നല്ലോണം ഇൻവോൾവ് ചെയ്തിട്ട് ആ ടോപ്പിക്കിലേക്ക് കയറുമ്പോൾ കുട്ടിക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സും അവർക്ക് കൂടുതലായിട്ട് കാണിക്കും. അപ്പൊ നമ്മുടെ പണിയും എളുപ്പമായി അവരുടെ താല്പര്യം കൂടാനും സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രൈമറി ക്ലാസ്സിലൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയത്തിനെ ആദ്യമേ കയറി പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാതെ കുട്ടിയിൽ നിന്നും താല്പര്യം ഉണ്ടാക്കി എടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കാം. 0 എന്ന് പറയുന്ന ഒരു സംഖ്യ
അല്ലെ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിയോട് 0 എന്ന് പറയുന്ന ഒരു സംഖ്യ, ആ ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ക്രിയ ഏതാണെന്നാണ് ചോദ്യം. നോക്കിക്കേ, ഗുണനമുണ്ട്, ഹരണമുണ്ട്, സങ്കലനമുണ്ട്, വ്യവകലനം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ 4 തന്നിട്ടുണ്ട്. അപ്പൊ 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടിയിലേക്ക് എത്തിക്കാൻ ഏതായിരിക്കും ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മളൊരു കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് കയ്യിൽ 4 മിഠായി ഉണ്ട്, ആ 4 മിഠായിയും എനിക്ക് തന്നു, നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുട്ടി 4 4 മൈനസ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും എന്ത് പറയാം, അല്ലെ? ഇല്ല, ഒന്നും ബാക്കിയില്ല എന്ന് പറയും. അപ്പൊ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് 0 എന്ന് പറയാൻ ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ശരിയാണല്ലോ? അപ്പോൾ ഒരു സംഖ്യയിൽ നിന്നും മറ്റേ സംഖ്യയെ കുറച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇത്ര എണ്ണം കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആ ഒന്നുമില്ലായ്മയാണ് നമ്മൾ 0 എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അഡീഷൻ ആയാലും ശരി, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും അതിനേക്കാളും എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വ്യവകലനം തന്നെയായിരിക്കും, സബ്ട്രാക്ഷൻ തന്നെയായിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ 0 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആളെന്ന് പറയുന്നത് ആരായിരിക്കും? തീർച്ചയായിട്ടും സബ്ട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 5234 × 8572 ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? എല്ലാ ചോദ്യം കൂടി ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ ആൻസർ ആയിരിക്കും, അല്ലെ? ഒന്നാമത് 2ഉം 4 അക്ക സംഖ്യകളാണ്, 4 ഡിജിറ്റുള്ള നമ്പേഴ്സ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം എത്തിക്കാൻ തന്നെ നമ്മൾ ഒരുപാട് സമയം എടുക്കും. ആ സമയമൊക്കെ എടുത്ത് അവസാനം ഇതിനെ 5 കൊണ്ട് ഹരിച്ചൊക്കെ നോക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഈസി വേ ഉണ്ടാവും എന്നുള്ളത് ആദ്യം നമ്മൾ ആലോചിക്കണം, അല്ലെ? പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏത് സംഖ്യയെയും ഗുണിക്കുമ്പോൾ, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. 21 × 2 ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും? 42, അല്ലെ? ഈ അവസാനത്തെ സംഖ്യയും ഇതിന്റെ രണ്ടിനെയും വൺസിന്റെ പ്ലേസിലുള്ള സംഖ്യയും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കി നോക്കിയേ. ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് 1 എന്ന് പറയുന്ന അക്കമാണ്, അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2ആണ്. അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവല്ലേ എന്തായാലും എനിക്ക് അവസാനം കിട്ടത്തുള്ളൂ. ഇനി വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്ക് 36 × 10 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എത്രയാണ്? 360 ആണ്. നോക്കിക്കേ, 6ഉം 0ഉം ഇത് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0ആണ്. ആ 0 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ ഏത് സംഖ്യയിലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് എത്ര വലിയ അക്കങ്ങളുള്ള സംഖ്യ ആയാലും ശരി, ഗുണിക്കുന്ന സമയത്ത് 2 സംഖ്യകളുടെയും യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ പദത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പദങ്ങളുടെ എന്തായിരിക്കും? പ്രോഡക്റ്റ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണനഫലം ഉണ്ടാവില്ലേ, അതിന്റെ വൺസിന്റെ ആളായിരിക്കും എപ്പോഴും നമ്മുടെ ഉത്തരത്തിൽ ആദ്യത്തെ സ്ഥലത്ത്, അപ്പുറത്ത് ഏറ്റവും അറ്റത്ത് കേട്ടോ, വൺസിന്റെ പ്ലേസിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ നിങ്ങൾ നോക്കുക, 5234 × 8572. ഈ സംഖ്യ എത്ര വലുതായിക്കോട്ടെ, എത്ര അക്കങ്ങൾ ഉള്ളതായിക്കോട്ടെ, നിങ്ങൾ നോക്കണം ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന 2 അക്കങ്ങൾ, അതായത് വൺസിന്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്ന 2 അക്കങ്ങൾ എന്ന് പറയുന്നത് 4ഉം 2ഉം ആണ്, അല്ലെ? അപ്പൊ അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 8 ആയിരിക്കും. സോ ഈ 8 ആയിരിക്കും ഇതിനെ ഗുണിച്ചു കഴിയുമ്പോൾ ഈ 4 അക്ക സംഖ്യ, ഈ 4 അക്കം ഉള്ള സംഖ്യകളെ ഗുണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ഒറ്റയുടെ പദത്ത് ആര് മാത്രമേ വരുള്ളൂ? വൺസിന്റെ പ്ലേസിൽ ആര് മാത്രമേ വരുള്ളൂ? 8 മാത്രമേ വരുള്ളൂ എന്ന് ഉറപ്പാണ്. ആ 8നെ നമ്മൾ 5 കൊണ്ട് മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ, കാരണം 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വേണമെന്നാണ് നമ്മുടെ ചോദ്യം, അല്ലെ? അപ്പൊ ആ കിട്ടിയ ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആരെ കൊണ്ട് ഹരിക്കുമ്പോഴാണോ ചോദിച്ചത് അയാളെ കൊണ്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് നോക്കാം. സോ ഇവിടെ കിട്ടിയ ആൻസർ 8 ആണെങ്കിൽ 8ൽ നിന്നും 5 കുറച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ശിഷ്ടം കിട്ടും 3. അപ്പൊ നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും അവസാനം ആൻസർ എത്രയായിരിക്കും? റിമൈൻഡർ, അതായത് ശിഷ്ടം 3 വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവസാനത്തെ ഒറ്റയുടെ പദങ്ങളെ തമ്മിൽ ഗുണിക്കുന്ന ഉത്തരത്തിനെ ആരെ കൊണ്ടാണോ നിങ്ങളോട് ചോദ്യത്തിൽ ചോദിച്ചത് അയാളുമായിട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും അവിടെ ലഭിക്കുന്ന ശിഷ്ടം എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി, നമ്മുടെ 3 എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉത്തരവായിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോകാനൊന്നും നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്നുള്ള ട്രിക്സ് നോക്കിയിട്ട് ചെയ്തു പോവാം. ഇനി അടുത്തത് 11 × 485 - 485. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ ചാടിക്കയറി ബോട്ട് മാസ് റൂൾ പഠിച്ചവരാണെങ്കിൽ ഒരിക്കലും ചാടിക്കയറി 2 കൂടെ മൈനസ് ചെയ്ത് 0 എന്ന് എഴുതില്ല. അങ്ങനെ 0 എന്ന് എഴുതുമ്പോൾ 11 × 0 നിങ്ങളുടെ ഉത്തരവും 0 ആയിപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ 0 ഇവിടെ കാണുമ്പോൾ നമ്മൾ ചെയ്ത ശരിയാണ്, ഉത്തരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോയി ബബിൾ ചെയ്യും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബോട്ട് മാസ് നിയമപ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ റൂളിലെ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ആരും ഉണ്ട്?
സബ്ട്രാക്ഷനും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോഴും നോക്കിയാൽ നിങ്ങൾ ഇതിനെ രണ്ടിനെയും കൂടി ഇൻറ്റു ചെയ്ത് പിന്നെ കിട്ടുന്ന ഉത്തരത്തിനുള്ളത് മൈനസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലെങ്തി ആയിരിക്കും, സമയം ഒരുപാട് കൺസ്യൂം ചെയ്യും. സോ ചെയ്യേണ്ട കാര്യം രണ്ട് സ്ഥലത്തും പൊതുവായിട്ട് കാണുന്ന ആളെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ കോമൺ ആയിട്ട് വരുന്നത്? 485. നിങ്ങൾക്ക് നോക്കാം, ഇതൊരു ടേം ആണ്, ഇത് മറ്റൊരു ടേം ആണ് അല്ലെ. ആ രണ്ട് ടേമിലും പൊതുവായിട്ട് കാണുന്ന ആളാണ് 485. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് അടുത്ത ബ്രാക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പുറത്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഇവിടെ ബാക്കി എന്താ? 11 × 485. ഇതിൽ ഇയാൾ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കിയുള്ളത് 11 മാത്രമല്ലേ? പുറത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇതിലുള്ള 485ഉം അതിലുള്ള 485നും കൂടെ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുക. പിന്നെ ആ ആൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ 11 × 485 485 പുറത്തു വന്നാൽ 11 മാത്രം ബാക്കി വരും. മൈനസ് ഉണ്ട്, ആ മൈനസിന് അങ്ങനെ ഇട്ടു. 485നെ നിങ്ങൾ മുഴുവനായിട്ട് പുറത്തെടുത്തു അല്ലേ. ഇനി ബാക്കി അവിടെ ആരാ ഉണ്ടാവുക? 0 എന്നാണോ ഇടുക? അവിടെ 1 എന്നാണ് എഴുതേണ്ടത്, കാരണം ഗുണനമാണ് നോക്കുക അല്ലെ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ × 1 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ അല്ലെ. അപ്പൊ ആ 485 പുറത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും? 1 ഉണ്ടാവും. അറിയാതെ 0 എന്ന് എഴുതി പോകരുത്. ഇനി നോക്കിക്കേ, 485 × 11 - 1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10. പിന്നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉത്തരം കിട്ടും. എത്രയാണോ സംഖ്യ അത് എഴുതിയിട്ട് അവസാനം എത്ര 0 ഉണ്ടോ അത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ആൻസറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ലാതെ ഫെർദർ ആയിട്ട് നമ്മൾ വലിയ സ്റ്റെപ്പുകളോ ഇൻറ്റും ഡിവിഷനോ ഒന്നും ചെയ്തു പോയിട്ടില്ല. നേരെ ചെയ്തു കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മുടെ ഉത്തരം പെട്ടെന്ന് കിട്ടി. സോ ആൻസർ ഇവിടെ ഉണ്ടോ നോക്കുക. 4850. 4850. അപ്പം ഇതായിരിക്കും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത്? ഇതിൽ 4 ബുക്കുകൾ തന്നിട്ടുണ്ട്. എലമെന്റ്സ് ഉണ്ട്, ബീജഗണിതം, ലീലാവതി, ആര്യഭട്ടീയം. അപ്പൊ ഇതിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എല്ലാം അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്ന് പറയുന്നത് ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. അത് എലമെന്റ്സ് ആണ് കേട്ടോ. അത് റെഡി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാര്യമായിട്ട് നോക്കി പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ആ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണെങ്കിൽ പഠിച്ചിരിക്കേണ്ട ചോദ്യവുമാണ്. അപ്പൊ കിട്ടുമ്പോൾ ഉത്തരം കാണുമ്പോൾ തന്നെ നമുക്കറിയാം 4 ഓപ്ഷനിൽ ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഉത്തരം എലമെന്റ്സ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാമുവിന്റെയും മകന്റെയും വയസ്സുകളുടെ തുക. ഇപ്പൊ 2 പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്, രാമു ആൻഡ് ഹിസ് സൺ. രാമു അദ്ദേഹത്തിന്റെ മകനും 2 പേരുടെയും വയസ്സുകളുടെ തുക എന്ന് പറയുമ്പോൾ എന്താ? 2 പേരുടെയും വയസ്സുകൾ കൂടെ കൂട്ടുമ്പോൾ 32 കിട്ടുന്നുണ്ട്. അപ്പോ 5 വർഷത്തിന് മുൻപ്. അതേപോലെ ഇനി 5 വർഷത്തിന് കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വയസ്സൊക്കെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ എന്തായേക്കാം, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നേരെ നമുക്കുള്ളത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. 5 വർഷം മുൻപാണ് പറയുന്നത്. ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പോഴത്തെ വയസ്സ് ജസ്റ്റ് നമ്മൾ വിചാരിക്കാം ഇവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വയസ്സ് നിൽക്കുന്നത്. ഇനി നമ്മൾ 5 വർഷം പിന്നോട്ട് പോകുമ്പോൾ ഉള്ള പ്രായമാണ് 32. 5 വർഷം പിന്നോട്ട് പോകുമ്പോൾ ഉള്ള പ്രായത്തിന്റെ തുകയാണ് അല്ലെ. അപ്പൊ 2 പേരുടെയും വയസ്സിനോട് 5 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? ആ രാമുവിന്റെയും അതേപോലെ മകന്റെയും എന്തുണ്ടാവും? 5 വയസ്സുകൾ ഉണ്ടാവില്ല. 5 വർഷം പിന്നോട്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ വയസ്സിൽ നിന്നും 5 വർഷം പുറകോട്ട് എന്ന് പറയുമ്പോൾ രാമുവിന്റെ വയസ്സിൽ നിന്നും 5 പോയിട്ടുണ്ടാവും, അതേപോലെ മകന്റെ വയസ്സിൽ നിന്നും 5 പോയിട്ടുണ്ടാവും. അങ്ങനെ ടോട്ടൽ അവിടെ വരുന്നത് എത്രയാണ്? 10 വയസ്സാണ് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാണ്? 10 വയസ്സ് അവിടെ നമുക്ക് കൂട്ടേണ്ടി വരും. എങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്? ഇപ്പോഴത്തെ വയസ്സിന്റെ തുകയിലേക്ക് എത്താൻ. ഞാൻ വയസ്സ് കണ്ടുപിടിക്കുന്നതല്ല, നമ്മുടെ ചോദ്യം വളരെ എളുപ്പമായിരുന്നു. തുക കണ്ടുപിടിച്ചാൽ മതി അല്ല, വയസ്സിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ തുക കണ്ടുപിടിക്കാൻ 5 വർഷം പിന്നിലാണ് എന്ത്? ഈ 32 കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ എന്ന് പറയുമ്പോൾ 5 വർഷം 2 പേരുടെ വയസ്സിനോട് കൂട്ടണം എന്ന് നമുക്കറിയാം. ഇനി നോക്കിക്കേ, അത് കഴിഞ്ഞ 5 വർഷം എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ വീണ്ടും രാമുവിന്റെയും മകന്റെയും 5 വയസ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 വീണ്ടും കൂട്ടാനുണ്ടാവും. ശരിയാണോ? അപ്പം നടുക്ക് നിൽക്കുകയാണ് നമ്മൾ. നടുക്ക് നിൽക്കുമ്പോൾ 5 വർഷം മുന്നത്തെ എന്ന് പറയുമ്പോൾ 2 പേരുടെയും 5 കൂട്ടുമ്പോൾ അവിടെ ഒരു 10 പെൻഡിങ് ഉണ്ട്. ഇപ്പം നിന്നിട്ട് വീണ്ടും 5 വർഷം കഴിഞ്ഞെന്ന് പറയാം. അപ്പൊ 5 വർഷം മകന്റെയും രാമുവിന്റെയും കൂട്ടുമ്പോൾ വീണ്ടും 10. അങ്ങനെ ടോട്ടൽ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? 2 10 കൂട്ടാനുണ്ട് അല്ലെ. അപ്പം ഇവിടെ എത്തുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും? 42 ആയിട്ടുണ്ടാവും. 42 ആയിരിക്കുമല്ല. തുകയാണ് പറയുന്നത്, ഒരാളുടെ വയസ്സല്ല. 2 പേരുടെയും തുക 32 ആയിരുന്നത് 5 വർഷം മുന്നേ ആണെങ്കിൽ ഇപ്പോഴെന്ന് പറയുമ്പോൾ ആ 5 വർഷം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 10 42 ആണ്. ഇനി എഗെയിൻ ഇങ്ങോട്ട് എത്തുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും? 52. എങ്ങനെയാ കിട്ടുന്ന 52? 32 പ്ലസ് 32 പ്ലസ് 10. അതേപോലെ ഇവിടെ 42 പ്ലസ് 10.
ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എക്സും വൈ ഇട്ടിട്ടൊന്നും ചെയ്തു പോകേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ആൻസറിലോട്ട് എത്തി 52. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇതാ ഓപ്ഷൻ സി 52 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം പണ്ടത്തെ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഒരാളുടെ വയസ്സ് മാത്രം എടുത്തു പോരുത്. അപ്പോൾ അവിടേക്കും 5 ഇവിടേക്കും 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോട്ടൽ 10 ആഡ് ചെയ്യും. 42 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. 5 വർഷം പിന്നോട്ട് 5 വർഷം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും കൂടെ 10 10 കൂട്ടാനുണ്ടെന്ന് ഓർക്കുക. സോ ഫൈനൽ ആൻസർ എത്രയാണ്? 52 ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കാറ്റഗറി 1ന്റെ ആ 30 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്സിൽ വരുന്ന കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ 30 ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.